നമുക്കറിയാം, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് തീർക്കുന്ന ഒരു കച്ചവട രീതി അല്ല ഇവിടെയുള്ളത്. ഇവിടെയുള്ളത് കച്ചവടത്തോടു കൂടെ ഒരു ബിസിനസ് കൂടിയാണ്. അപ്പൊ ഇതില് ഒരല്പം സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കലും നമുക്ക് ആവശ്യമാണ്. ഇവിടെ വിജയമാണല്ലോ നമ്മളെല്ലാവരുടെയും ലക്ഷ്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സാധാരണ കച്ചവട രീതി അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കച്ചവടത്തോടുകൂടെ ഒരു വിജയം, ഒരു സക്സസ് നടക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. നമ്മിൽ പല ആളുകളും പല കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആളുകളോ ജോലി ഇല്ലാത്ത ആളുകളോ ഒക്കെ ആയിരിക്കും. വീട്ടമ്മമാരുണ്ടാവും, ബിസിനസ്മാൻമാരുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, വിദ്യാർത്ഥികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡായ ആളുകൾ, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും നമ്മിൽ പല ആളുകളും. പലരും ജോലി ചെയ്യുന്നവരുണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. എന്നിരുന്നാലും നാം ചെയ്യുന്ന മേഖലയിൽ നമ്മുടെ ആവശ്യത്തിന് തികയാത്ത അവസ്ഥ വരുമ്പോൾ, പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുമ്പോൾ, സാമ്പത്തികമായി പ്രയാസത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, പഠിച്ചാൽ എന്താ ഒരു മാറ്റം, രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചിന്തിക്കാത്തവരായി ആരുമില്ല. അപ്പൊ ഒരു പ്രോഗ്രസ്, ഒരു ഉന്നതി ആഗ്രഹിക്കാത്തവരായി ആരുമില്ല എന്നാണ്. നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് എന്തൊക്കെയാണ് വേണ്ടത്? ഒരാൾക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ഹെൽത്ത്, 2 വെൽത്ത്, മൂന്നാമത് സാമ്പത്തിക ഫ്രീഡം. ആരോഗ്യം, സമ്പത്ത്, സാമ്പത്തിക ഫ്രീഡം. ആദ്യം പറഞ്ഞ 2 കാര്യം സ്വാഭാവികമായിട്ട് ഒരുവിധ ആൾക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. മൂന്നാമത് പറഞ്ഞ ഫ്രീഡം, അത് സാമ്പത്തികമായി കുറച്ച് ഉയർന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഈ 3 കാര്യങ്ങളും ആഗ്രഹമുണ്ട്, ആവശ്യമാണ്. എങ്കിലും അധികം 90% ആളുകൾക്കും ഇത് 3 എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് വരാം. ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് നമ്മൾ സാമ്പത്തികമായി വരുമാനം കണ്ടെത്തുന്നത് 2 രൂപേണയാണ്. ഒന്ന് ജോലി ചെയ്തിട്ട്, മറ്റൊന്ന് ബിസിനസ് ചെയ്തിട്ട്. അല്ലാത്ത രൂപത്തിൽ ഉണ്ടാക്കണവരുണ്ട്, അത് കുറുക്കു വഴി. അത് ഇതിന് ബാധകമല്ല. നോർമലായിട്ട് സാധാരണ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഇത് 2 കാര്യം മാത്രമാണ്. ഇവിടെ നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ വരുമാനം മനസ്സിലാക്കപ്പെടുന്നത്, കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണം ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാള് ഒരു മാസം 15,000 മുതൽ 40,000 രൂപ വരെ ഉണ്ടാക്കാൻ അയാൾക്ക് സാധിക്കും. 16 മണിക്കൂർ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുകയാണെങ്കിൽ മാസം അയാൾക്ക് 25,000-ന്റെയും 60,000-ന്റെയും ഇടയിൽ സമ്പാദിക്കാൻ സാധിച്ചേക്കും. എന്നാൽ 24 മണിക്കൂറും ഒരാൾ ജോലി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ തന്നെയും, അങ്ങനെ സാധ്യമാണോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി അങ്ങനെ സാധിച്ചാൽ തന്നെയും അയാൾക്ക് 50,000-ന്റെയും 90,000-ന്റെയും എന്നാൽ ഏകദേശം 1,00,000-ന്റെ താഴെ മാത്രമേ അയാൾക്ക് വരുമാനം കണ്ടെത്താൻ കഴിയുള്ളൂ. എങ്ങനെ ചെയ്താലും എന്ന് വെച്ചാൽ നോർമലായിട്ട് അയാൾ സ്വന്തം ചെയ്യുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഇത് പരിമിത വരുമാനം എന്നാണ് ഇതിന്റെ പേര്. അതായത് സ്വന്തമായി അധ്വാനിക്കുന്നു, സ്വന്തമായി ഇടപെടുന്നു, അതുകൊണ്ട് തന്നെ പരിമിതമായ വരുമാനമാണ് ഇവർക്കുള്ളത്. വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും. മറ്റൊരു വിഭാഗമുണ്ട്, ബിസിനസ്മാൻമാരാ. അത് റിച്ച് ആളുകളാണ് അവര്. ബിസിനസ്മാൻമാരും ഇൻവെസ്റ്റേഴ്സും, ആ 2 വിഭാഗം. അവരുടെ പ്രത്യേകത, അവരിങ്ങനെയല്ല. അവർ സാമ്പത്തിക രീതി മാറ്റമുണ്ട്. സാമ്പത്തികം ഉണ്ടാകുന്ന രീതിക്ക് മാറ്റമുണ്ട്. അതായത് 8 മണിക്കൂറും 16 മണിക്കൂറും 24 മണിക്കൂറൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള കഴിവുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി, അനേകം ആളുകൾ ഉപയോഗപ്പെടുത്തി അവരുടെ മണിക്കൂറുകളെ സ്വന്തം മണിക്കൂറുകളാക്കി ഉപയോഗപ്പെടുത്തുന്നു. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ യൂസുഫ് അലി സാറിന് ഏകദേശം 1,00,000 തൊഴിലാളികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1,00,000 ആളുകൾ എന്ന് പറയുമ്പോൾ ഈ 1,00,000 ആളുകൾ 8 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു ദിവസം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 8,00,000 മണിക്കൂറാണ്. ഒരാൾ 8 മണിക്കൂർ വെച്ച് കണക്കൂട്ടിയൊക്കെയാണ്. അതുപോലെ തന്നെ റിലയൻസിന്റെ ടീം, അവർക്ക് 4,00,000 തൊഴിലാളികളെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ 4,00,000 തൊഴിലാളികൾ 8 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ 4×8 32,00,000 മണിക്കൂറാണ് കിട്ടുന്നത്. അവരും വ്യക്തിപരമായിട്ട് ഒരാളല്ലേ ഉള്ളൂ നമ്മെ പോലെ, പക്ഷെ അവർ അനേകം ആളുകളെ ഉപയോഗപ്പെടുത്തുന്നു, അവരുടെ പ്രവൃത്തി സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കണ്ടമാന ആളുകളെ 8 മണിക്കൂറും 16 മണിക്കൂറും 24 മണിക്കൂറും ജോലി ചെയ്യാൻ കെൽപ്പുള്ള കഴിവുള്ള ആളുകളെ ഉപയോഗിച്ച് അവരുടെ പ്രവൃത്തി മണിക്കൂറുകളെ സ്വന്തം പ്രവൃത്തി മണിക്കൂറുകളായിട്ട് ഉപയോഗപ്പെടുത്തി സാമ്പത്തികമായി വരുമാനം കണ്ടെത്തുന്നു. അതാണ് അവരുടെ പ്രത്യേകത. അതായത് ലാക്ക് ഓഫ് വർക്കിംഗ് അവേഴ്സ്, ഒരുപാട് വർക്കിംഗ് സമയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് റെസിഡ്വൽ ഇൻകം ആണ്. എന്ന് വെച്ചാൽ സ്ഥിര വരുമാനം.
പാസീവ് ഇൻകത്തോടുള്ള സ്ഥിര വരുമാനമാണ് അവർക്ക് വരാൻ പോകുന്നത് എന്നുള്ള അവിടുത്തെ പ്രത്യേകത. എന്നാൽ നമുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ, ബിസിനസ് ചെയ്താൽ പോരെ, നമുക്കും അങ്ങനെ വരുമാനം ഉണ്ടാക്കാലോ. നമുക്കൊരു കട തുടങ്ങാം, അത് വിജയിക്കുമ്പോൾ മറ്റൊരു കട തുടങ്ങാം, അങ്ങനെ ഒരു കടയുടെ ശൃംഖല ഉണ്ടാക്കാം, ഒരുപാട് പണിക്കാരെ വെക്കാം. നമുക്കും ആഗ്രഹമല്ലേ, ആഗ്രഹമുണ്ട് നമുക്ക് സഹായിക്കാൻ, മറ്റുള്ള സഹായിക്കാനും സാമ്പത്തികവും നമുക്ക് നേടാനൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ സാധിക്കില്ലല്ലോ. കാരണം എന്താണ്, ഒരു ബിസിനസ് തുടങ്ങാൻ സാധാരണക്കാരന് കഴിയില്ല, അത്രയും വലിയ എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിലേക്കാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. അതായത് വിത്തൗട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലാൻഡ്, സ്ഥല സൗകര്യങ്ങൾ അല്ലെങ്കിൽ റൂം അങ്ങനെ കണക്കൂട്ടാം. ലേബർ, പണിക്കാർ, ക്യാപിറ്റൽ, മുതൽ മുടക്ക്. അപ്പൊ ഒരേ മുതൽ മുടക്കോ കുറെ പണിക്കാരൊന്നും ആവശ്യമില്ലാതെ, സ്ഥല സൗകര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്, സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ ബിസിനസിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ്. കമ്മ്യൂണിറ്റി കൊമേഴ്സ് ഒക്കെ പേരുണ്ടതിന്. അപ്പം ഇതിന് സാമ്പത്തികമായി മുടക്കില്ല, വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സാധാരണ നാട്ടിൽ നടക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനൊക്കെ സാധാരണ നാടൻ കച്ചവട രീതിയെ കുറിച്ചൊന്ന് പറയേണ്ടത്. ഇത് പറഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ, എന്താ സംഭവം എന്നല്ല മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു വസ്തു, ഇപ്പൊ ഉദാഹരണം പറയാം, നമുക്ക് സോപ്പിന്റെ പേരെടുക്കാം. നമുക്കൊക്കെ അറിയുന്ന സോപ്പാണ് ലെക്സ്. ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. അപ്പൊ ആ സോപ്പിനെ നമ്മൾ ഒരു എടുക്കാം. നമുക്ക് ഒരു സോപ്പ് ഫാക്ടറിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് 100 രൂപയാണ് വില എങ്കിൽ അതിന് 40% മാത്രമേ വില കമ്പനിയിൽ ഒരു വില വരുന്നുള്ളൂ. ഫാക്ടറിയിൽ ഉണ്ടാക്കപ്പെടുന്ന അവരുടെ എല്ലാ ചെലവും കാര്യങ്ങളും കഴിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ 40 രൂപ ഉണ്ടാവുള്ളൂ. ബാക്കി വരുന്ന 60 രൂപ കൊണ്ടുപോകുന്നത് ഇടനിലക്കാരും പരസ്യക്കാരും. അതാരും ഇടനിലക്കാര്, അതായത് ഉണ്ടാക്കപ്പെടുന്ന ഒരു വസ്തു ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന വലിയ ടീം ഏറ്റെടുക്കുന്നു. പിന്നെ ക്ലിയർ ആൻഡ് ഫോർവേഡ് ഏജന്റുമാർ ഏറ്റെടുക്കുന്നു. പിന്നെ അവിടെ സോണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറിലേക്കും ഡിസ്ട്രിബ്യൂട്ടറിലേക്കും ഹോൾസെയിൽ ഡീലറിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് റീറ്റെയിൽ ഷോപ്പിലേക്കും എത്തുന്ന രീതിയാണത്. ഒരു 6-7 പേരാണ്, 5-8 പേരോടെ കൈമാറ്റം നടത്തി പോരുമ്പോൾ അവരൊക്കെ വലിയ വലിയ പണക്കാരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അവർ വീണ്ടും വീണ്ടും പണക്കാരായിക്കൊണ്ടേയിരിക്കുന്ന പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ കഴിഞ്ഞിട്ടില്ല. ഈ റീറ്റെയിൽ ഷോപ്പ് ഒക്കെ എത്തുമ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ലെക്സ് സോപ്പ് എന്ന്. ഈ പേര് നമ്മളെ പഠിപ്പിച്ചത് പീഡിയക്കാരനല്ല, കടക്കാരനല്ല, വലിയ പരസ്യക്കാരാണ്. സെലിബ്രിറ്റികളെ പോലെയുള്ള ആളുകൾ വന്നിട്ടാണ്, വലിയ സെലിബ്രിറ്റികളായ ആളുകൾ വന്നിട്ടാണ് പരസ്യം ചെയ്യുന്നത്. ഈ ലെക്സ് സോപ്പിനൊക്കെ 5-6 കോടിയൊക്കെ വാങ്ങിയിട്ടില്ല പറയപ്പെടുന്നത്. അത്ര വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് പരസ്യം ചെയ്യുന്നത്. അപ്പൊ ആ ക്യാഷൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? അപ്പൊ ഈ നേരത്തെ പറഞ്ഞ 40 കഴിഞ്ഞിട്ടില്ല, ബാക്കി 60% പോകുന്നത് ഈ പറയപ്പെട്ട ഇടനിലക്കാരും പരസ്യക്കാരുമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇനി അടുത്ത മറ്റൊരു വിഷയം നോക്കാം. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ സിസ്റ്റം. അവിടെയും ഫാക്ടറിയിലുണ്ട്, ഏജന്റ് ഉണ്ട്, കസ്റ്റമർ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എങ്ങനെ സംഭവം? ഫാക്ടറിയിൽ നിന്ന് മാന്യമായ വില കൊടുത്ത് ഒരു കമ്പനി ഏറ്റെടുക്കുന്നു. ഈ മാന്യമായ നിലനിർത്തുന്ന പോയിന്റ് പറയാണ്ട് ശ്രദ്ധിക്കണേ. അതായത് സാധാരണഗതിയിൽ നാടൻ കച്ചവട രീതികളിലൊക്കെ കൃഷിക്കാർക്ക് വലിയ പ്രയാസമാണ്. അവരൊന്നും കടക്കാറാ. കാരണം അവർ പരമാവധി ചവിട്ടിയിട്ടാണ് വസ്തുക്കൾ വാങ്ങി അവർ കൊണ്ടുപോകുള്ളൂ. ഒരു കമ്പനിക്കാർ അവർ കിട്ടിയ വിലക്ക് അവർ കൊടുക്കേണ്ട അവസ്ഥ വരും. കാരണം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കമ്പനി മാന്യമായ ഒരു വില കൊടുത്ത് തന്നെ ആ ഒരു ഉണ്ടാക്കപ്പെടുന്ന കൃഷിക്കാർക്കും അതുപോലെ ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാർക്കും സന്തോഷമാവുന്ന രൂപത്തിലുള്ള വില കൊടുത്ത് തന്നെയാണ് കമ്പനി വാങ്ങുന്നത്. എന്നിട്ടോ ഒരു കമ്പനി അത് ഏറ്റെടുക്കുന്നു. ശേഷം ഈ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഖാന്തരം അത് കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് എത്തുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഇടനിലക്കാരുണ്ടോ? ഉണ്ട്. ഫാക്ടറി ഉണ്ടോ? ഉണ്ട്. ഏറ്റെടുക്കൽ കമ്പനി ഉണ്ടോ? അതുകൊണ്ട്. കസ്റ്റമർ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ രീതി എന്താ? മറ്റേതിൽ വ്യത്യാസപ്പെട്ട് ഇവിടെ സംഭവിക്കുന്ന ഇവിടെ സംഭവിക്കുന്നത് ഇവിടുത്തെ പരസ്യത്തിനുള്ള പ്രത്യേകത. അതായത് നമ്മള് പേസ്റ്റ് ഉപയോഗിച്ചു, നമ്മളതിൽ പേസ്റ്റ് ഉണ്ട്. ആ പേസ്റ്റ് പല്ലുവേദനക്ക് നല്ല സൂപ്പറാണ്. പല്ലുവേദന, പല്ലുപിടിപ്പ് പോലത്തെ കാര്യങ്ങൾക്ക് മാറി കിട്ടും. അപ്പൊ ഈ ഒരു വസ്തു ഉപയോഗിച്ചിട്ട് അനുഭവമുള്ള ആളുകൾ പറയണം, നോക്കടി ഇതിന്റെ അകത്ത് പേസ്റ്റ് ഉണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല സുഖമുള്ള സാധനമാണ്, ഇതും തേച്ചോക്ക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പരസ്യം. ലിവാഗ് എന്ന സിറപ്പ് കഴിച്ചിട്ട് ഗ്യാസും മാരെ കണ്ടമാനം ആളുകൾ ഈ ടീമിലുണ്ട്. ഞാനൊക്കെ അതിൽ പെട്ട ആളാണ്. അപ്പോ ഈ ഒരു വസ്തു ഉപയോഗിച്ചിട്ട് നല്ല ക്ലിയർ ഉണ്ട്, ഗ്യാസൊക്കെ നല്ല ആശ്വാസമുണ്ട്, ഇതൊന്ന് കുടിച്ചോക്കാം എന്ന് പറഞ്ഞ് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു പരസ്യ രീതി. ഒരു 10 രൂപ ചെലവില്ല, ഒരു ഉറുപ്പിക ചെലവില്ലാത്ത പരസ്യ രീതിയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ കളവ് പറയണില്ല, ഉള്ള സത്യം മാത്രമേ പറയുള്ളൂ. മറ്റത് ഉയരം കൂടുന്നിടത്തോളം ചായക്ക് സ്വാദ് കൂടുന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങളൊക്കെ ഉണ്ട്. ആ പറഞ്ഞ ആള് ചായ കുടിക്കാത്ത ആളാണ് കേൾക്കുന്നത്. അത് ചായ കുടിക്കാത്ത ആള് ചായയെ കുറിച്ച് പറയാം. ഇതല്ല, ഇത് പേസ്റ്റ് ഉപയോഗിച്ചാലാ പറയുന്നത്. അപ്പൊ ഇവിടെ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മൗത്ത് അഡ്വർടൈസ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഈ ഇടനിലക്കാർ ഇവിടെ ഇല്ല. ഇവിടെ കമ്പനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കൊടുക്കണ്ട, ഈ കമ്പനി കൊടുക്കണ്ട, ഈ പൈസ പോകണില്ല. അപ്പൊ പിന്നെ എങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോ
നേരത്തെ പറഞ്ഞ ഈ 40% കഴിഞ്ഞിട്ട് ബാക്കി 60% വരുന്ന സംഖ്യ പോകുന്നത് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. എന്ന് വെച്ചാൽ നമുക്കാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ടീമിന് കമ്പനി വീതിച്ചു തരുന്നു എന്നുള്ള പ്രത്യേകത. ഇവിടുത്തെയും അവിടുത്തെയും തമ്മിൽ മാറ്റതാ. അവിടെ ആ പറയപ്പെട്ട 6-7 പേര് വീണ്ടും വീണ്ടും പണക്കാരാകുമ്പോൾ ഇവിടെ സാധാരണക്കാരായ ആളുകൾ ഇടനിലക്കാരായി വന്നുകൊണ്ട് അവർക്ക് വരുമാനം കണ്ടെത്താനും സാമ്പത്തികമായി ഉയരാനും സാധിക്കുന്നത് നല്ലൊരു മേഖലയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ഡയറക്ട് സെല്ലിങ്ങും സാധാ കച്ചവടം തമ്മിൽ മാറ്റം കണ്ടില്ലേ? അതാണ് പ്രത്യേകത. ഇത് അത്ര ചെറിയ പരിപാടി ഒന്നും. ഇന്ത്യയിൽ വലിയ ഒരു ഏർപ്പാടാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ത്യയിൽ. മാത്രമല്ല 2014 പത്രക്കട്ടിക്കാണ് ഈ കാണുന്നത്. ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന പത്രക്കട്ടിക്കാണത്. എന്താ വെച്ചാല് 2025 കൂടെ 18 മില്യൺ യൂത്ത് ഇതിന്റെ പിന്നിൽ അണിനിരക്കും, സ്ഥിര ജോലിക്കാരായി ഉണ്ടാകുമെന്ന് അന്ന് പറഞ്ഞതാ. അതിന്റെ ഒരു അടയാളം നമുക്ക് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ഹാളുകൾ നോക്കിയാൽ കാണാം. കണ്ടമാനം ആളുകൾ മലപ്പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സീറ്റിൽ 1000-1200 ആൾ വന്നിരിക്കുക, 100-150 ആൾക്കാർ സീറ്റിൽ പകരം എന്നിട്ട് ആളുകൾ നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഹാൾ ഫുള്ളാകുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ചെറുപ്പക്കാരായ ആളുകൾ കണ്ടമാനം. അന്ന് എലമെന്റ്സിനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു, ഇപ്പൊ എല്ലാവർക്കും അറിയാം. മൈ ലൈഫ് അറിയാം. കാരണം ആളുകൾക്ക് വന്നിങ്ങനെ ഉപയോഗിച്ചിട്ടും ആളുകൾ പരസ്യപ്പെടുന്ന നല്ല അറിവ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനത്തെ സാഹചര്യമായിട്ടുണ്ട് ഇപ്പോ. 2015 ജൂലൈ 29 കേരള സർക്കാർ നമുക്ക് ഇത് അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിയതാണിത്. ആ സമയത്ത് കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കീഴിൽ വന്ന കൈപ്പുസ്തകമാണ് അത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കൊക്കെ ഇതിലുണ്ട്. അതിന്റെ കൈപ്പുസ്തക സന്ദേശം എഴുതിയ കൂട്ടത്തിൽ അതൊന്ന് വായിക്കാം ഞാൻ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ തയ്യാറാക്കിയ സംസ്ഥാന മാർഗരേഖയുടെ ഔദ്യോഗിക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒരു കൈപ്പുസ്തകം തയ്യാറാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പുസ്തകം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരെ നിയന്ത്രിക്കുന്ന ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്ന് പിണറായി വിജയൻ ഒപ്പ്. ഇത് അന്ന് 2018 ആഗസ്റ്റ് 14 ഇറക്കപ്പെട്ടൊരു ബുക്കാണ്. അതുപോലെ ഓരോരുത്തരും മന്ത്രി പി തിലോത്തമൻ പോലെയുള്ള ആളുകൾക്ക് അതിന് സന്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ 2021 ഡിസംബർ 28 കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണത്. അതൊക്കെ കരട് വിജ്ഞാപനമാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ 2025 ഫെബ്രുവരി 19 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വലിയൊരു പ്രോഗ്രാമാണ് ഇത്. ബഹുമാനയുടെ മുഖ്യമന്ത്രിയൊക്കെ വന്ന് നമുക്ക് മാർഗരേഖ പ്രകാശനം വെബ്പോർട്ടൽ ഉദ്ഘാടനമൊക്കെ നടത്തിയെത്തുന്ന വലിയൊരു സംഭവം. ഒരുപാട് ആളുകൾ 27,000 ആളുകൾ പങ്കെടുത്ത വലിയൊരു സമ്മേളനം കൂടിയായിരുന്നു ഈ ഒരു സംഗതി. അപ്പൊ അതോടുകൂടി പരിപൂർണമായിട്ട് നമുക്ക് അനുവദിച്ചു തന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ പ്രമുഖ യൂണിയൻസുകളുടെ സപ്പോർട്ടാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയെടുക്കാം. 2019-20 ആനുവൽ റിപ്പോർട്ട് പ്രകാരം $180.5 ബില്യൺ US ഡോളറിന്റെ ഇൻഡസ്ട്രി എന്നാണ്. ഇത് പുതിയ കണക്ക് പ്രകാരം 250-257 അടക്കാണ് ഇപ്പോഴത്തെ കണക്ക്. 2025-26 കണക്കാണ്. 180.5 ഉള്ളത് 250-257 ആ ലെവലിലാണ് കണക്ക്. പിന്നെ അറിയിക്കുന്നുണ്ട്. ഞായറാഴ്ച ക്ലാസ് ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് പറയുന്നുണ്ട്. പിന്നെതാ 2019 ഇന്ത്യ $2.47 ബില്യൺ ഷെയർസ് നടത്തിക്കൊണ്ട് 2019 15-ാം സ്ഥാനത്ത് എത്തിയൊരു പത്രക്കട്ടിങ്ങാണ് ഈ കാണുന്നത്. ഇന്നത് 11-ാം സ്ഥാനം അത് താഴേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ട് ഓർമ്മല്ല. ഈ മേഖലയിൽ ഒരുപാട് കമ്പനികളുണ്ട്. 461 കമ്പനികളുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പൊ 400-ലധികം കമ്പനികൾ ഉണ്ടാകുമ്പോൾ ഏത് കമ്പനി നമ്മൾ സ്വീകരിക്കും? ഒക്കെ ഡയറക്ട് സെല്ലിംഗ് തന്നെയല്ലേ. അപ്പൊ നമ്മൾ ഏതാണ് സ്വീകരിക്കുക? നമുക്ക് ഉപകാരപ്പെടുന്ന സംഗതി ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതാണ് 6 കാര്യങ്ങൾ? ഒന്ന്, നാം ചെയ്യുന്ന അല്ലെങ്കിൽ നാം ഇടപെടാൻ പോകുന്ന, നാം ചേരാൻ പോകുന്ന, നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ബിസിനസ്, ആ ബിസിനസ്സിൽ ഡയറക്ട് കമ്പനിയിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങുന്നതാണോ? ഇതിനെക്കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു? ഇത് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. രണ്ടാമതൊന്ന്, പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്. വിജയിച്ച ആളുകൾ ഇതിലുണ്ടോ? പല കമ്പനികളുണ്ട്. കാരണം പിന്നെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരാൾ കോട്ടയത്ത്, ഒരാൾ അപ്പുറത്ത്, ഇങ്ങനെ എവിടെയെങ്കിലും ഒരു വിജയം ഉണ്ടായിട്ട് കാര്യമില്ല. കണ്ണി ഇത് വിജയിച്ച ആളുകളുണ്ടോ എന്ന് മനസ്സിലാക്കണം. വരുമാനം കിട്ടിയ ആളുകളുണ്ടോ എന്ന് നോക്കണം. അതൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്, ചെയ്യാൻ എളുപ്പമാണോ എന്ന് ചിന്തിക്കണം. കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇത് പഠിപ്പിക്കാൻ സൗകര്യം ഉണ്ടോ എന്ന് ചിന്തിക്കണം. നല്ല മാനേജ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. നല്ല പ്ലാൻ ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ചിന്തിച്ചിട്ട്
ഇതിലൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രവേശിക്കുന്ന കുഴപ്പമൊന്നുമില്ല, അധ്വാനം ഒരു കൊല്ലം അധ്വാനിച്ചിട്ട് കുഴപ്പമില്ല, അതായത് പിന്നെ കുഴപ്പമാണ് തോന്നിയിട്ട് ഗുണമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ ഒരു വർഷം പോയില്ലേ. അത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതൊക്കെ ഒന്ന് ചിക്കിച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈ പറയപ്പെട്ട 6 ഗുണങ്ങളുള്ള ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കമ്പനിയുടെ പേരാണ് MA ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഇന്ന് ആളുകൾ ഇന്ത്യയിൽ 800-ലധികം ഷോപ്പുകൾ ഇവിടെ നമുക്ക് മുന്നിലുണ്ട്. പഴയ കണക്കാണ്, 1000-ഓളം അല്ല 1000-ന് മുകളിലായിട്ടുണ്ട് അപ്പൊ ഷോപ്പുകൾ. മാത്രമല്ല വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ ഇന്ത്യ ഷോപ്പ് എന്നൊരു ഒരു വെബ്സൈറ്റും നമുക്കുണ്ട്. അതിൽ വെച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. സിമ്പിളാണ് ചെയ്യാൻ, മനസ്സിലാക്കിയ സിമ്പിളാണ്. എങ്ങോട്ടും പോണ്ട പരി തന്നെ ചെയ്യാൻ പറ്റും. അവിടെ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 1000 റുപ്യക്ക് ആകുമ്പോൾ ഒരു 60-70 റുപ്യ നമുക്ക് സർവീസ് ചാർജ് ഉണ്ടാവും. പിന്നെ 2000 ആകുമ്പോൾ അത് 30 ആവും, 3000 ആകുമ്പോൾ ഒരു 15-20 ആവും, 4000 ആയി കഴിഞ്ഞാൽ അത് ഫ്രീ ആവും. അപ്പൊ 4000-ന് മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ക്യാഷ് ഇല്ല എന്ന് മനസ്സിലാക്കണം. നല്ല നമ്മൾ ഹോം ഐറ്റംസുകളൊക്കെ ഉണ്ട്, വെയിറ്റ് ഉള്ള സാധനം, അതൊക്കെയാണെങ്കിൽ കുറച്ച് കൂടും. എന്നിരുന്നാലും മൊത്തത്തിൽ ഒരു 4000-ന് സാധനം വാങ്ങുമ്പോൾ നമുക്ക് സർവീസ് ഫ്രീ ആണ്. ഇത് കാര്യമായി അകത്തേക്ക് കൊടുക്കാനുള്ള സംവിധാനമായ സംഗതികളായതുകൊണ്ട് തന്നെ ആധികാരികമായ സർട്ടിഫിക്കേഷൻസും ഇതിനുണ്ട്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും FSSAI സർട്ടിഫിക്കറ്റും ഒറാക്ക് സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒന്നിലധികം സർട്ടിഫിക്കേഷൻസും നമുക്ക് മുന്നിൽ ഓരോ പ്രൊഡക്റ്റുകൾക്കും ലഭ്യമാണ്. ആയുഷിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അതിന് മാത്രം 10 മിനിറ്റ് വേണം, കൂടുതൽ പറയുന്നില്ല. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ, യൂനാനി, സിദ്ധ, ഹോമിയോ ആൻഡ് പിന്നെ നാച്ചുറോപ്പതി, ഇതൊക്കെ പാടെ കൂടിയിട്ട് ഇംഗ്ലീഷ് മരുന്ന് ഒഴിവാക്കി ബാക്കിയുള്ളതൊക്കെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിർമ്മിച്ച ഒരു സംവിധാനമാണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ്. 2000 കാലഘട്ടങ്ങളിലാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ജനിതക മാറ്റം വരുത്തപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇതിലില്ല എന്ന് അറിയുക സർട്ടിഫിക്കറ്റ്, സേഫ് ആണെന്ന് സർക്കാർ തെളിയിക്കുന്ന മറ്റൊരു സർട്ടിഫിക്കേഷൻ, ക്ലിനിക്കലി ടെസ്റ്റ് നടത്തിയത്, നാച്ചുറൽ ആണ് തെളിയിക്കുന്ന, വെജിറ്റേറിയൻ ക്യാപ്സൂൾ ആണ് തെളിയിക്കുന്ന സർട്ടിഫിക്കേഷൻ, നാച്ചുറൽ ആണ് തെളിയിക്കുന്ന മറ്റൊരു സർട്ടിഫിക്കേഷൻ, പിന്നെ നമ്മൾ വെളുത്തുള്ളിൽ നിന്ന് എടുത്ത അലിസിൻ അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ, GMP സർട്ടിഫിക്കേഷൻ, MHRA സർട്ടിഫിക്കേഷൻ, അപ്പൊ അതുപോലെ തന്നെ നോർമൽ ആയിട്ട് നമ്മൾ കാണുന്ന വസ്തുക്കൾ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സർട്ടിഫിക്കേഷൻസുകൾ, ആയുഷിന്റെ മറ്റൊരു സർട്ടിഫിക്കേഷൻ തുടങ്ങി ഹലാൽ സർട്ടിഫിക്കേഷൻ അടക്കം ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് 40-45 വർഷത്തിലധികം പ്രവർത്തിച്ച് ആയുർവേദ മേഖലയിൽ മറ്റും പ്രവർത്തിച്ച് പരിചയമുള്ള ഡോക്ടർ DB അനന്തനാരായണ സാനെ പോലെയുള്ള, ഡോക്ടർ KK രാജേഷ് സാറെ പോലെയുള്ള, KC ഗവൺമെന്റ് പോലെയുള്ള പ്രമുഖരായ 30-ലധികം 40-ലധികം സയന്റിസ്റ്റുമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ അവരൊക്കെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടു പോരുന്നത്. ഇവിടെ വെൽനസ് മേഖലയെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് പ്രതിപാദിക്കുക. കാരണം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനം. ഉദാഹരണം പോലെ കർക്കിടക മാസം വരുമ്പോൾ ഈ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് ആ കർക്കിടക മാസം പനി പിടിച്ചിട്ടല്ല കുടിക്കാറ്. കർക്കിടകം വരുമ്പോൾ തന്നെ കുടിക്കും ആളുകൾ, അത് ഒരു സേഫ്റ്റിക്കായി കർക്കിടകത്തിൽ പനി വരാൻ പാടില്ല എന്ന് വിചാരിച്ചു. എന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ രോഗം വരുന്നതിന് മുമ്പ് അത് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉള്ള അണുക്കൾ ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് വെൽനസ്. ദി ഗ്രേറ്റ് വെൽത്ത് ഈസ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്നുള്ള മെസ്സേജാണ് ഇവിടെ കൈമാറാനുള്ളത്. നമുക്കറിയാം ഇവിടെ എലമെന്റ്സ്, ഓണാനോണ്, ആഹാർ, MI ഹോം, ന്യൂ സ്റ്റാർ, ഇന്ത്യ ഗ്രോ തുടങ്ങി 6 ബ്രാൻഡുകളാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇതിൽ നമ്മൾ എലമെന്റ്സിൽ നിന്ന് എടുത്തു പറയും. കാരണം 2019, 2022, 2024 ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കമ്പനിയാണ് നമ്മുടെ എലമെന്റ്സ് വിഭാഗം. അപ്പൊ അതിലെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രം ഞാൻ പറയാം, എല്ലാം കൂടെ പറയാൻ പറ്റില്ല. നിങ്ങൾ കൂട്ടിക്കൊള്ളുന്ന ആരാഴ്ച അവരോട് ഫുള്ള് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല യൂട്യൂബിലൊക്കെ വലിയ റിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. ഒരു പ്രൊഡക്റ്റിന്റെ പേരും നമ്മുടെ ഡോക്ടർ അഞ്ജിതാന്നല അവരുടെ പേര് കൂട്ടി അടിച്ചു കൊടുത്താൽ നമുക്ക് ഓരോന്നിന്റെ ക്ലാസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി അവരുടെ ക്ലാസ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് നമുക്ക് യൂട്യൂബിൽ തരുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ കാര്യമായി ചെയ്യുന്ന അതാണ്, യൂട്യൂബ് സ്ഥാനം ചോദിക്കാന്ന് പറയും. അപ്പൊ നോക്കാം, ലിവ് അഗെയിൻ. ലിവ് അഗെയിൻ എന്നാ നമ്മുടെ ലിവറിനെ ഒന്നുകൂടി പുതുക്കിയെടുക്കുക. ലിവർ സംരക്ഷണത്തിനാണ് കാര്യം ഉദ്ദേശിക്കുന്നത്. അതായത് ലിവർ സുരക്ഷിതം അല്ലെങ്കിൽ ഗ്യാസ്, പുണ്ണ്, അസിഡിറ്റി, ദഹനക്കുറവ് പോലത്തെ വിഷയങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, മഞ്ഞപ്പിത്തം പോലെ വിഷയങ്ങൾ ഉണ്ടാവും. അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ ലിവറെ സംരക്ഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ലെവലായി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ ലിവാഗൈൻ. ഗ്യാസ്, പുണ്ണ്, അസിഡിറ്റി, ദഹനക്കുറവ് പോലത്തെ ഒഴിവാകും. രണ്ടാമത് കഫനില്, കഫം എളുപ്പത്തിൽ പുറന്തള്ളാനും ചുമയിൽ നിന്നും ആശ്വാസം ലഭിക്കാനും സഹായിക്കുന്ന ഉൽപ്പന്നം. കഫക്കെട്ട്, അലർജി സംബന്ധമായ ചുമക്കും ടോൺസിലൈറ്റിസ് അവസ്ഥക്കും ഗുണം ചെയ്യുന്നു. പ്രമേഹക്കാരുടെ ചുമക്കും ഫലമാണ്. പ്രമേഹക്കാർക്ക് ഇത് കൊടുക്കാം, കാരണം ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല.
മറ്റൊന്ന് വുമൻ കമ്പാനിയൻ. ആർത്തവ ദിവസങ്ങളിലെ പ്രയാസങ്ങൾക്കും അമിതാർത്തവവും അല്പാർത്തവവും ആ സമയത്തെ വേദന, PCOD പ്രശ്നങ്ങൾക്കും വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. ഒരുപാട് പേർക്ക് അബോർഷൻ കേസ് വന്നിട്ട് ഏകദേശം 10ഓളം ആളുകൾക്ക് മക്കളായി ഞാൻ കൊടുത്തിട്ട് മക്കളായിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ ആ കൂട്ടത്തിൽ ഏകദേശം 7 പേർക്ക് ഇത് വുമൺ കമ്പാനിയെ കൊണ്ടാ ഗുണം ചെയ്തത്. അത് അബോർഷൻ കേസായിരുന്നു. അപ്പൊ അത്രയും പവർഫുൾ സാധനമാണ് ഈ സംഗതി. പിന്നെ ഒരു മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞ ഒരു അത്ഭുത ദിവ്യ ഔഷധം നമുക്ക് പറയാം. കാരണം രക്തം ശുദ്ധിയാക്കാനുള്ള ഔഷധമാണ്. രക്തശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. ചൊറി, അലർജികൾ പോലെയുള്ള വിഷയങ്ങൾ, തലവേദന വരും. ഇതിനും വരും വേദന, ശരീരവേദന, മറ്റൊക്കെ എല്ലാ കാര്യങ്ങളും വരും. നരമ്പൊന്നും ക്ലിയർ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ നമ്മള് ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടി ക്ലീൻ ആക്കാം നമ്മൾ ശ്രദ്ധിക്കും. അത് വഴി കടക്കരുത്, അത് കേടുവരരുത്, ബാക്കുന്ന ആളുകൾ 4 ആൾ കൂടി ഉന്തി തരാനുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് നമ്മൾ മാസം അല്ലെങ്കിൽ വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ നിശ്ചിത കിലോമീറ്റർ കമ്പനി വെച്ചിട്ടുണ്ടാവും. ആ കമ്പനി ആകുമ്പോൾ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ എണ്ണ ഓയിലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ കൃത്യമായി സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളെ ശരീരമായിരിക്കുന്ന ഈ വലിയൊരു എഞ്ചിൻ അത് നമ്മൾ സർവീസ് ചെയ്യുന്ന സാഹചര്യം ആർക്കും കാണാറില്ല. എന്തെങ്കിലും നടക്കണ ഉള്ളത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് നടക്കും. അത് കഴിഞ്ഞു. ഈ അഴുക്കുകളൊക്കെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയത് ഒഴിവാക്കണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യൽ ആവശ്യമാണ്. അതിന് പറ്റുന്ന ഉൽപ്പന്നങ്ങൾ 3-4 മാസം കറക്റ്റ് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അഴുക്കും കളയിൽ ഓരോ ആൾക്കും നിർബന്ധമാണ്. അതുകൊണ്ടാണ് എടുത്തത് പറഞ്ഞത്. അടുത്ത വൂണ്ട് ഹീലിംഗ്, മുറിവ്, തീപ്പൊള്ളി പോലത്തെ വിഷയങ്ങൾക്കുള്ളതാണ്. മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും. മുറിവ് പൊള്ളിയ ആളുകൾക്കാണെങ്കിൽ ആ ഒരു മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു വെള്ള കളർ ഉണ്ടാവില്ല, അതുകൂടി ഇതിനൊപ്പം പോകുന്നുള്ളതാണ്. പ്രമേഹക്കാരെ മുറിവിന് നല്ല ഉപകാരപ്പെട്ട ഉൽപ്പന്നമാണ്. ഈ മൂലക്കുരുവിന്റെ മുറിവിന് പറ്റും. അപ്പൊ അതിന് നമുക്ക് വേറെ സാധനം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതും ഇതിന് ഉപകാരപ്പെടും. അങ്ങനെ ഒരുപാട് കാര്യത്തിന് പാട്, കല എന്നിവയൊക്കെ പോകാൻ പറ്റുന്ന നല്ല ഉൽപ്പന്നമാണ്. പേശിവേദനയ്ക്ക് തേക്കാൻ ഉപയോഗിക്കുന്ന പുറമെ തേക്കാനുള്ള നോവേദന ജെല്ല്, മുട്ടുവേദന, തലവേദന പോലത്തിനൊക്കെ പറ്റും. സന്ധിവേദനക്കൊക്കെ പറ്റുന്ന ഉൽപ്പന്നമാണ്. പുരുഷ വന്ധ്യത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ മാൻശക്തിമാൻ. ഒരുപാട് പേർക്ക് കമ്പനി തുടങ്ങിയതിനു ശേഷം അവരുടെ കണ്ണീര് പറ്റിക്കാൻ സാധിച്ച ഉൽപ്പന്നമാണ് മാൻശക്തിമാൻ. ആയിരക്കണക്കിന് മക്കളുണ്ടായ ചരിത്രം നമ്മൾ ഓരോ ലീഡർമാർക്ക് പറയാനുണ്ട്. മനസ്സിലായി. എനിക്ക് തന്നെ ഞാൻ പറഞ്ഞ 10ഓളം റിസൾട്ട് എനിക്ക് പറയാനുണ്ടല്ലോ. അപ്പൊ അതുപോലെ എത്ര ആൾക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു അത്ഭുതം പിടിച്ച ഉൽപ്പന്നമാണ് നമ്മുടെ മാൻശക്തിമാൻ. നിത്യോപയോഗത്തിനുള്ളതാണ്. അല്ലാതെ താൽക്കാലിക ആവശ്യത്തിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന നിശ്ചിത സമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നമല്ല. 3-4 മാസം കറക്റ്റായിട്ട് കഴിച്ച് ആ ഭാഗത്തുള്ള കേട് തീർക്കാനുള്ള ഉൽപ്പന്നമാണ്. താൽക്കാലിക ആശ്വാസത്തിനുള്ളതല്ല. അത് പ്രത്യേകം ഓരോ ലീഡേഴ്സും മനസ്സിലാക്കണം. മറ്റ് ഫൈവ് ആണ്. മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുന്ന ഉത്കണ്ഠ, ക്ലേശം, ഉറക്കമില്ലായ്മ, മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ ഊർജ്ജമില്ലായ്മ എന്നിവക്കും അമിതമായ ക്ഷീണത്തിനൊക്കെ പറ്റുന്ന കുട്ടികൾ ഈ പരീക്ഷാ സമയത്തുള്ള അമിതമായ പേടി കാരണം, ഉത്കണ്ഠ കാരണം വരുന്ന ടെൻഷൻ, ഇതൊക്കെ പറ്റുന്ന ഉൽപ്പന്ന ഒരിക്കലും മാനസിക രോഗത്തിനുള്ള മരുന്നായിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ എലമെന്റ്സ് വിഭാഗത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഉദര സംബന്ധമായ പ്രശ്നം, ഗ്യാസ്, അസിഡിറ്റി, പൊളിച്ചു തേട്ടൽ, ദഹനക്കുറവ്, അതുപോലെ തന്നെ ഈ എന്താ പറയാ നിത്യശോധന ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. ആയുർവേദത്തിൽ മരുന്നിന് ചെന്ന ആദ്യമായിട്ട് അവർ വയറിളക്കാനാണ് കൊടുക്കുക. അപ്പൊ ഇത് ഓരോ ആളുകൾക്കും നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഉൽപ്പന്നമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. എന്താണ് അതിലൊരു നാം നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. സ്ഥിരമായ ഉപയോഗം കാരണം ത്വക്കിനും കണ്ണിനും വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നം കൂടിയാണ്. നെല്ലിക്കയ്ക്കാണ് പ്രധാന ചേരുവ. നെല്ലിക്ക, താനിക്ക, ഇരട്ടി മുതൽ കടുക്ക, ഈ 4 ഐറ്റംസ് അതിലുള്ളത്. മഹാത്രിഫല കൂട്ടാണത്. നോവേദന ക്യാപ്സൂൾ, വേദന അതുപോലെ തന്നെ നമ്മുടെ ശരീരവേദന, ആമഭാഗത്തിന് വലിയ ഗുണം ചെയ്യും. നീർക്കെട്ട് ഒഴിവാക്കും, വീക്കം ഒഴിവാക്കും. മുരിങ്ങ, തഴുതാമയ്ക്കാണ് പ്രധാന ചേരുവ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. പെട്ടെന്ന് വേദന പോകുന്ന വേദന സംഹാരി അല്ല, അത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 10-15 ദിവസം കുടിച്ചിട്ട് ഒരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിർത്തുന്ന സ്വാഭാവികമായിട്ട് സംഗതി ഉണ്ടാവാറുണ്ട്. അവരുടെ പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കും, വേദന സംഹാരി അല്ല, ആ ഭാഗത്തെ പ്രശ്നങ്ങൾ തീർത്ത് സാവധാനം വേദന കുറക്കുന്ന ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ ആവശ്യമാണ്. വെൽഹാർട്ട്, ഹൃദയമുള്ള ഓരോരുത്തരും കഴിക്കണം. ഒരു 20 വയസ്സിന് മേലേക്ക് എല്ലാവരും കഴിക്കണം. അപ്പൊ 30-35 വയസ്സുള്ള ആളുകളപ്പോ കാര്യമായിട്ട് അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് സംവിധാനം അങ്ങനെയാണ്. സമയം താമസിച്ചാണ് പലരും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇപ്പൊ എല്ലാം താറുമാറായ അവസ്ഥയുള്ള. അതുകൊണ്ട് തന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരുപാട് ഉണ്ട്. അത് ഒരു അറ്റാക്ക് വന്ന ആൾക്ക് ഇത് കൊടുത്താൽ മാറും എന്ന് പറഞ്ഞാൽ അങ്ങനെ വാദിക്കല്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഒരുവിധം ആളുകൾക്കൊക്കെ ഫലപ്രദമാണ്. ഹൃദയത്തിന് ആരോഗ്യത്തിലുള്ള ഉൽപ്പന്നമാണ്. മാത്രമല്ല രക്തയോട്ടം ക്ലിയർ ആക്കി കിട്ടും. കുഞ്ഞു ബ്ലോക്കുകൾ ഒഴിവാക്കി തരുന്നുണ്ട്. എല്ലാം നമുക്ക് ക്ലിയറാണ്. അപ്പോ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട ഉൽപ്പന്നമാണ്. ഓപ്പറേഷൻ വെച്ച ആള് മാറ്റിവെച്ച ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സൂമിൽ കേട്ടിട്ടുണ്ടല്ലോ മുമ്പ്. അപ്പൊ വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ്.
പിന്നെ അതാ കാല് വെളിച്ചൊക്കെയുള്ളത്, മൂക്കടപ്പിന് അതുപോലെ തന്നെ മൂക്കിന് ദശക്കുള്ളത്, കണ്ണിന്റെ ആരോഗ്യത്തിന്, ശ്വാസം മുട്ടിന്, ഷുഗർ മാനേജ്മെന്റ് ചെയ്യാനുള്ള ഉൽപ്പന്നം, പിന്നെ പല്ലുവേദനക്ക് പല്ല് പുളിപ്പ് പോലത്തെ വിഷയത്തിന് പേസ്റ്റ് ഉണ്ട്. പേസ്റ്റ് എന്ന് പറയുമ്പോൾ യാതൊരു വാണിംഗ് ഇല്ലാത്ത പേസ്റ്റ് ആണ്. പല പേസ്റ്റിന്റെ പേക്കും വലിയ വലിയ വാണിംഗുകൾ ഉണ്ടാവും. ആ വാണിംഗ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് പേടിയായിരിക്കും ഫുള്ള് വായിച്ചാൽ. കാരണം പേടിപ്പെടുത്തുന്ന പരസ്യമാണെങ്കിൽ, വലിയ പരസ്യമാണെങ്കിൽ ചെറുതാക്കി കൊടുക്കുള്ളൂ. ഒരിക്കലും നമ്മൾ കാണരുത് എന്നുള്ള രൂപത്തിലാണ് പരസ്യം കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ഇത് യാതൊരു വാണിംഗും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ആർക്കും തേക്കാൻ പറ്റും. പല്ലുവേദന, പല്ല് പുളിപ്പ്, പല്ലിന്റെ അതുപോലെ തന്നെ മോണവീക്കം, മോണ നീര് വരൽ തുടങ്ങിയ ഒരുപാട് വിഷയത്തിന് പരിഹാരമായ ഉൽപ്പന്നമാണ് നമ്മുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. കുട്ടികൾക്ക് മുതിർന്നവർക്കും തേക്കാൻ പറ്റുന്ന ഉൽപ്പന്നമാണ്. ഒരല്പം അകത്തേക്ക് പോയാൽ പോലും ബുദ്ധിമുട്ടില്ല, അകത്തേക്ക് കഴിക്കേണ്ടതെന്നല്ല, എന്നിരുന്നാലും അകത്തേക്ക് പോയാലും പ്രശ്നമില്ലാത്ത ഉൽപ്പന്നമാണ്. കാരണം ഇത് ആര്യവേപ്പാണ് പ്രധാന ചേരുവ. അതുകൊണ്ട് തന്നെ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞോളും. പിന്നെതാ ജെല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്കൊക്കെ ഫ്രഷ് കാർഡ്, അതുപോലെ തന്നെ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. അത് പല്ലിന്റെ അടിയിലുള്ള ഇത്ര പോലെ അടിഞ്ഞു കൂടുന്ന ഉൽപ്പന്നമല്ല, ഒരു പ്രശ്നമുണ്ടല്ലോ, അത് പോകാനുള്ള ഉൽപ്പന്നമാണ്. വായുനാറ്റത്തിനും വായ്പുണ്ണിനൊക്കെ ഇത് നല്ല ഗുണം ചെയ്യുന്ന ഉൽപ്പന്നം തന്നെയാണ്. പിന്നെ പ്രോട്ടീൻ പൗഡർ സ്വാഭാവികമായിട്ടും മസിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കഴിക്കുന്ന ഉൽപ്പന്നമല്ല. അത് സാധാ പ്രോട്ടീൻ പൗഡർ, ഇതല്ല. ഇത് ശരീരത്തിന്റെ പോഷകങ്ങൾക്ക് കുറവുള്ള കാര്യത്തിന് അത് കൂട്ടി കൊടുക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും, പ്രത്യേകിച്ച് 40-50 വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. അതുപോലെ ചെറിയ കുട്ടികൾക്കും നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട ഉൽപ്പന്നമാണ് നമ്മുടെ സോയാബീനും അമ്പിളിയൊക്കെ ബ്രഹ്മിയൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ പൗഡർ. വെയിറ്റ് മാനേജ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്ട്രോക്ക്, പാർക്കിൻസൺസ് പോലെ ഒക്കെ വന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള 9 ലക്ഷം മൊറാക്കു വാല്യൂ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുള്ള റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ 95. ഇത് ഒരുപാട് പേർക്ക് നമുക്ക് ഗുണം കിട്ടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. പിന്നെ ഷുഗർ ആവർത്തനാണ്, ഷുഗർ മാനേജ്മെന്റ് ുള്ള ഉൽപ്പന്നമാണ് അത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കവചപ്രാശ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്തി ടോണിക് അല്ല, ലേഹ്യമാണ്, അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. കവചപ്രാശ് ഒരു കവചം തന്നെയാണ്, പ്രതിരോധ ശേഷി കൂട്ടുന്നു. ബ്രഹ്മി കൂടുതലായതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ്. നെല്ലിക്ക ഉണ്ടായതിൽ പുണ്ണിന് നല്ലതാണ്. ശരീരത്തിൽ ഓൾ ബോഡി എല്ലാ ഭാഗത്തേക്കും ഉപയോഗപ്പെടുന്ന നല്ലൊരു ഉൽപ്പന്നമാണ്. നല്ലൊരു രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന നല്ലൊരു കവചം കൂടിയാണ് നമ്മുടെ കവചപ്രാശ്. പിന്നെ കുറച്ച് പേഴ്സണൽ ഐറ്റംസുകളാണ്. പിന്നെ ഫേസ് വാഷ്, ഫേസ് ക്രീം, കണ്ണിന്റെ അടിയിൽ, പിന്നെ അതുപോലെ കണ്ണിന്റെ അടിയിൽ തേക്കാൻ കറുപ്പിനുള്ളത്, താരനുള്ളത്, നോർമലായിട്ട് തേക്കാനുള്ള ഷാമ്പു, പിന്നെ ഡേ ക്രീം, നൈറ്റ് ക്രീം, ഓരോന്നിനും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കണ്ടമാന സമയം പറയാനുണ്ട്. നമുക്ക് ഈ 40 മിനിറ്റുകളൊക്കെ ഇവിടെ പറയാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. പിന്നെ പൗഡറുകൾ, വില കുറഞ്ഞ ഫേസ് വാഷുകൾ, പിന്നെ നമുക്ക് വില കുറഞ്ഞ സോപ്പുകൾ 36 രൂപക്ക് നമുക്ക് ലഭിക്കും. 42 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സ്കിൻ കെയർ സോപ്പുകളും, അതുപോലെ തന്നെ നമ്മളെ മോയ്സ്ചറൈസിങ് സോപ്പുകളാണിത്. ഈ സ്കിൻ കെയർ സോപ്പ് ആണെങ്കിലും മോയ്സ്ചറൈസ് സോപ്പ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന വില നമുക്ക് ഓരോരുത്തർക്ക് ആലോചിച്ചാൽ മതി. ഒരു 50ന്റെ മേലേക്ക്, 100ന്റെ അടിയിൽ 100, 110 അങ്ങോട്ടല്ലാതെ 30-36 രൂപയ്ക്ക് നമുക്ക് ഒരിക്കലും പുറത്ത് കിട്ടൂല. പിന്നെ ഹോം ഐറ്റംസുകൾ, പാത്രം മോറാന്, നിലം തുടക്കാന്, തുണി കഴുകാന്, ഗ്ലാസ് ക്ലീൻ ആക്കാന്, ടോയ്ലറ്റ് ക്ലീനർ തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വേറെയും. പിന്നെ നമുക്ക് ആഹാര ഐറ്റംസ് പെട്ട കുറച്ച് മസാല ഐറ്റംസുകളും, ചായ, അതുപോലെ തന്നെ കാവ, ഇത്രയും ഐറ്റങ്ങളും അങ്ങനെയും. പിന്നെ കൃഷിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, കൃഷി എന്ന് പറയുമ്പോൾ സ്വാഭാവിക അടുക്കള തോട്ടമാണെങ്കിലും വലിയ കൃഷിയാണെങ്കിലും ഉപയോഗപ്പെടുന്ന നല്ല ഐറ്റംസുകൾ നമ്മുടെ ഇതിലുണ്ട്. നമ്മള് അകത്തേക്ക് കഴിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ നന്നാക്കി എടുക്കൽ ആവശ്യമുള്ളത്. നമ്മളിപ്പോ ഈ മരുന്നിന് മാത്രം പറഞ്ഞു, മരുന്ന് ഐറ്റംസുകൾ നമ്മളെ പറ്റുള്ള നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് കൊടുത്ത് നമുക്ക് പിന്നെ ആരോഗ്യം നന്നാക്കണം എന്ന് പറയുമ്പോൾ അകത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൂടി നമ്മൾ ക്ലിയർ ആക്കേണ്ടതുണ്ടല്ലോ. അതിന് നല്ല വളം ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ നല്ല വളമിട്ടിട്ടാണ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കൃഷികൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, പിന്നെ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പാഠ്യ പദ്ധതി തന്നെ ഈ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് MI DigiWorld എന്നൊരു ഓൺലൈൻ സംവിധാനവും, പിന്നെ ഹാർവസ്റ്റ് സക്സസ് അക്കാദമിയുടെ കീഴിൽ ഓഫ്ലൈൻ സംവിധാനങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. 100ഓളം ട്രെയിനർമാരെ വെച്ചുകൊണ്ടാണ്. അതിൽ നമുക്ക് കേരളത്തിലേക്കുള്ള ഇവരാണ് നമ്മുടെ ഡോക്ടർ അഞ്ജിത എന്ന് പറയുന്നവര്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഏകദേശ ധാരണ കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് ഇൻവോൾവ് ആവുക, നമ്മൾ ഇതിന്റെ ആളായി മാറുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങണ മാതിരിയാണോ? അല്ല. ഇവിടെ നമ്മൾ ഓൺലൈൻ മേഖലയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ ഒന്ന് കൊടുക്കുമല്ലോ. എന്നതുപോലെ നമ്മൾ അഡ്രസ്സൊക്കെ ഒന്ന് കൊടുത്ത് പേരൊന്ന് രജിസ്റ്റർ ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ഐറ്റംസ് പർച്ചേസ് സം പ്രൊഡക്ട്സ് ആസ് പെർ യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആവശ്യമായ, വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ യൂസ് ദി പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദി പ്രൊഡക്ട്സ് ടു അതേഴ്സ്. നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട്
മറ്റുള്ളവർക്കൊന്ന് വിവരം കൊടുക്കുക. ഈ 3 പ്രോസസ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. 3 കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഈ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് 9 തരം ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നു. പേഴ്സണൽ ഡിസ്കൗണ്ട്, റീറ്റെയിൽ ഇൻകം, സെയിൽസ് ടേൺ ഓവർ ബോണസ്, പിന്നെ ഓരോ മാസ വരുമാനങ്ങൾ, ഫോറിൻ ട്രിപ്പുകൾ, അതുപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റി, ഇൻഷുറൻസ് പോളിസി, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓരോന്നും പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഒന്നാമത്തത് പേഴ്സണൽ ഡിസ്കൗണ്ടാണ്. സാധാരണഗതിയിൽ ഒരു സോപ്പ് പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ 35 രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഒരു സോപ്പ് വാങ്ങിയാൽ അവിടെ ആ 35 കൊടുക്കേണ്ടി വരും. പിന്നെ എന്തിനാ ഹോൾസെയിൽ കട വെച്ചിരിക്കണം അവര്? അവിടെ കൂടുതൽ വാങ്ങിയാലേ വിലക്കുറവ് കിട്ടുള്ളൂ. 6 സോപ്പ്, 12 സോപ്പ് തുടങ്ങി അത് കൂടുതൽ വാങ്ങുമ്പോഴാണ് അവിടുന്ന് ഡിസ്കൗണ്ട് കിട്ടുക. എന്നാൽ ഇവിടെ നമ്മൾ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി ഓരോന്ന് വാങ്ങിയാലും ഡിസ്ട്രിബ്യൂട്ടർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി കൂടുതൽ വാങ്ങുകയാണെങ്കിലും നമുക്ക് ഒരേ റേറ്റിന് സാധനം അവിടെ കിട്ടും. അതാണ് പറയുന്നത്. രണ്ടാമത്തത് റീറ്റെയിൽ പ്രോഫിറ്റ്. അവിടുന്ന് കിട്ടുമ്പോൾ നമുക്ക് ബില്ല് തരുമ്പോൾ വില കയറാം. കാരണം സാധാരണ അങ്ങനെ ഹോൾസെയിൽ കടയിൽ വില ആ വിലക്കല്ലേ നമ്മൾ കൊടുക്കുക, ലാഭത്തിനല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ ആ വില കഴിച്ച് MRP ഉണ്ടാവുമ്പോൾ അതിന്റെ മുകളിൽ MRP ഉണ്ടാവുമല്ലോ, ആ MRPക്ക് വിൽക്കുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന ക്യാഷ് ഉണ്ടല്ലോ, അത് നമ്മുടെ ലാഭം. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഉദാഹരണം പറയാം, 132 രൂപയുടെ പേസ്റ്റ് വാങ്ങിയിട്ട് 172 വിൽക്കുന്നു. അപ്പൊ നമുക്ക് 40 രൂപ ലാഭം ലഭിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനെയും റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്കുണ്ട്. മൂന്നാമതാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന് പറയുന്നത്. അത് BV അലോക്കേഷൻ മുഖാന്തരമാണ് പറയുന്നത്. അതാണ് കണക്കൂട്ടിയിട്ടാണ് പറയാം. അത് പറയുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ പറയാനുണ്ടാവും. അതായത് നമുക്ക് ഒരേ ഐറ്റം സാധനങ്ങളല്ല, 75 BVയുടെ ഐറ്റംസ് ഉണ്ട്, 35 ഉണ്ട്. അതൊന്ന് പറയാം. MADG വേൾഡ്, ഇന്ത്യ അഗ്രോ, എലമെന്റ്സ്, ഓണാനോൺ, ഈ 4 ഐറ്റം നമ്മൾ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 75 ബിസിനസ് വാള് നമുക്ക് കിട്ടും. 100 രൂപയ്ക്ക് വാങ്ങുമ്പോൾ 75 ഉണ്ടാവും, 1000-ന് വാങ്ങുമ്പോൾ 750 ഉണ്ടാവും, 10,000-ന് വാങ്ങുമ്പോൾ 7,500 ഉണ്ടാവും. മനസ്സിലായില്ലേ? മറ്റൊരു വിഭാഗം ആഹാർ, ന്യൂ സ്റ്റാർ, MI ഹോം, ഇത് മൂന്നും വാങ്ങുമ്പോൾ 35 ഉണ്ടാവുള്ളൂ. അപ്പൊ 1000-ന് വാങ്ങുമ്പോൾ 350, 10,000-ന് വാങ്ങുമ്പോൾ 3,500, ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ഇത് ക്യാഷ് കൊണ്ട് കണക്കൂട്ടുമ്പോൾ ഒരേ മാതിരി ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് BV എന്നുള്ള രൂപത്തിൽ വന്നത്, BV അലോക്കേഷൻ മുഖാന്തരമാക്കിയത്. അപ്പൊ അതെങ്ങനെ? അപ്പൊ നമ്മൾ മൊത്തം കച്ചവടം ചെയ്തു, പർച്ചേസ് ചെയ്ത് ചെറുതും വലുതുമായ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് അതിന് മൊത്തം BV എത്രയായി കണക്കൂട്ടിയിട്ട് ആ BVയുടെ കണക്കനുസരിച്ചാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അത് നോക്കാം. അതായത് നമ്മളെ ഒരു ഐഡിയ ആണ് ഈ കാണുന്നത്. ഒരു വ്യക്തി, ഈ ആൾക്ക് ലെഫ്റ്റും റൈറ്റും വരുന്ന കച്ചവടം എങ്ങനെ, അതിനനുസരിച്ചാണ് വരുമാനം. ഉദാഹരണം നോക്കാം. ഈ ആൾക്ക് അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ബ്രാഞ്ച് 1 ഒരു 10,000 ബിസിനസ് വാളത്തിന്റെ കച്ചവടം നടന്നു. മറ്റേ ഭാഗം ഓർഗനൈസേഷൻ 2, ബ്രാഞ്ച് 2 രണ്ടാളുണ്ട്. അവിടെ രണ്ടാൾ 5,000-5,000 വാങ്ങി 10,000 അവിടെയായി. അപ്പൊ 10,000 ബിസിനസ് വാൾ ഇവിടെ കറക്റ്റ് വന്നതുകൊണ്ട് 12% അതിന് മാച്ചും നമുക്ക് പിന്നെ 1,200 രൂപ അക്കൗണ്ടിലേക്ക് വിട്ടുവരുന്നു, കമ്പനി അയച്ചു തരുന്നു. ഇതാണ് സിസ്റ്റം. അതായത് 10,000 ബിസിനസ് വാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 13,000 രൂപയുടെ മേലെ കച്ചവടം ചെയ്താലാണ്, പർച്ചേസ് ചെയ്താലാണ് വരുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗത്ത് 10,000 വാങ്ങുമ്പോൾ അത് മാച്ചിങ് 12% 1,200 രൂപ കമ്പനി നമുക്ക് അയച്ചു തരുന്നു. മനസ്സിലായിട്ടുള്ള വിചാരിക്കുന്നു. മനസ്സിലാവും. അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ ഏതെങ്കിലും ഒരു ആഴ്ച 20,000 രണ്ട് ഭാഗത്തും വന്നു. ഈ ഭാഗത്തും 20,000, മറ്റേ ഭാഗത്തും 20,000. അപ്പൊ അതിന്റെ മാച്ചിങ് 12%, 2,400 രൂപ കമ്പനി നമുക്ക് അയച്ചു തരുന്നു. പിന്നെ മറ്റൊരാഴ്ച 1,00,000 ബിസിനസ് വോളിയം വന്ന് കുറച്ച് ആളുകളൊക്കെ കൂടി ബിസിനസ് ചെയ്യാൻ ത്രില്ല് ഇയാൾക്ക് വന്ന് വരുമാനം കിട്ടില്ല, കച്ചവടമൊക്കെ ആയപ്പോൾ കൂടുതൽ ആളുകളോട് പറഞ്ഞ് ആ ഭാഗത്ത് 1,00,000 ബിസിനസ് വോളിയം കച്ചവടം ചെയ്തു. മറ്റേ ഭാഗത്ത് 2,00,000 വന്നു, ഭയങ്കര പോയി. അവിടെ കുറച്ച് കൂടുതൽ ആളുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ കച്ചവടം നടന്നിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിസിനസ് കൂടി. ഇപ്പൊ ഒരേ മാതിരി അല്ലാത്തോണ്ട് എന്താ ചെയ്യുക? അപ്പൊ നമുക്ക് ഈ ചെറുത് എടുക്കാം. 1,00,000 കണക്കൂട്ടിയിട്ട് അതിന്റെ 12% 1,200 രൂപ, 12,000 രൂപ നമുക്ക് കമ്പനി നമുക്ക് അയച്ചു തരുന്നു. 1,00,000-ന്റെ 12%. ബാക്കി വരുന്ന 1,00,000 കമ്പനി നമുക്ക് മാറ്റിവെക്കും, ക്യാരി ഫോർവേഡ് ആയിട്ട് മാറ്റിവെക്കും. അത് ഒരു കോടി രൂപ വരെ നമുക്ക് മാറ്റിവെക്കും. അതിന് കാലപരിധി ഇല്ല. നേരെ മറിച്ച് മറ്റു കമ്പനികളിലൊക്കെ ഒരു മാസം തന്നെ പൂർത്തിയായിട്ടില്ലെങ്കിൽ ആ ക്യാരി ഫോർവേഡ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് എത്ര ബിസിനസ് വാളുണ്ടോ അത് നഷ്ടപ്പെട്ടു പോകുന്ന സിസ്റ്റം പല കമ്പനികളിലും കണ്ടിട്ടുണ്ട്. ഇനി നോക്കാം. ഇവിടെ 5,00,000 ഒരു ഭാഗത്ത് ബിസിനസ് വാള്യം വന്നു, മറ്റേ ഭാഗത്ത് 4 വന്നുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? ഇവിടെ ഒരേമാതിരി ആയില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? അപ്പൊ അവിടെ നേരത്തെ വന്ന ഓൾഡ് ബാലൻസ് 1,00,000 ബിസിനസ് വാള്യം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പരിഗണിച്ച് അതും 5,000 ആക്കി കണക്കൂട്ടിയിട്ട് 5,00,000 ബിസിനസ് വാള്യത്തിന്റെ
മാച്ചിങ് 12%, 60,000 രൂപ കമ്പനി നമുക്ക് അയച്ചു തരുന്നു. ഇതൊരാഴ്ചക്ക് നടക്കുന്ന സംഗതിയാണ്. ഓരോ ആഴ്ച ഇങ്ങനെ സിസ്റ്റം ഉണ്ട്. ആഴ്ചക്കാണ് വരുന്നത്, മാസം മാസം അല്ല. അപ്പൊ ഓരോ ആഴ്ചയും വന്നത് കണക്കൂട്ടും. കഴിഞ്ഞ ആഴ്ച വന്ന ഇവിടെ ബിസിനസ്സുകൾ കുറെ ഉണ്ട്, അതുമല്ലത് അന്നത്തെ ആഴ്ചയിൽ. എന്നാൽ ക്യാരി ഫോർവേഡ് ആയത് എത്രയാണോ അതിലത് കൂട്ടിയിട്ട് കൂട്ടുകയും ചെയ്യും. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഇങ്ങനെ 10 ലക്ഷം ബിസിനസ്സുകളെ രണ്ട് ഭാഗത്ത് വന്നാൽ 1,20,000 രൂപ കമ്പനി അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അനന്തമായിട്ട് പോകുന്നില്ല. ഇതിൽ കണക്ക് കമ്പനി വെച്ചിട്ടുണ്ട്. അതായത് രണ്ട് ഭാഗത്തും 17.5 ലക്ഷം ബിസിനസ്സുകളും വീതം വന്നു കഴിഞ്ഞാൽ അതിന് മാച്ചിങ് 12%, 2,10,000 കമ്പനി നമുക്ക് അയച്ചു തരുന്നത്. ഇത് വാങ്ങുന്ന ഏകദേശം 2,700-ലധികം ആളുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ ഓരോരുത്തരും ആപ്പില് അത് പിന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയെടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ മലബാർ മേഖലയിൽ തന്നെ 250-ലധികം ആളുകൾ ഉണ്ടെന്നാണ് കണക്ക്. നമ്മളെ ആപ്പിന് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, എല്ലാവരും നോക്കേണ്ടതാണ്. നമ്മുടെ കയ്യിലൊക്കെ ആപ്പ് ഉണ്ടാവില്ല, നോക്കണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സെയിൽസിനാണ് ഒരു ബോണസ്. അത് അതിന്റെ സംക്ഷിപ്തം ഒന്നുകൂടി പറയാം. രണ്ട് ഭാഗം വരുന്ന കച്ചവടത്തിന്റെയും കണക്ക് കൂട്ടിയിട്ട് അത് 12% നമുക്ക് അക്കൗണ്ടിലേക്ക് തരുന്നു. മാച്ച് ആയതിന്റെ 12%. പലർക്കും വിശദീകരണം ആവശ്യമായിട്ട് വന്നേക്കും. നാലാമത്തെ പെർഫോമൻസ് ബോണസ്. കമ്പനി ഒരു ടാർഗറ്റ് ഇട്ടുതരും. ആ ടാർഗറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ അത് കമ്പനി പ്രത്യേക ബോണസ് തരും. അത് പെർഫോമൻസ് ബോണസ്. അത് 6 മാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ പെർഫോമൻസ് ബോണസ്. അതുപോലെ റാങ്ക് ഇൻകം മന്ത്ലിയാണ്. ലോയൽറ്റി ബോണസ് മന്ത്ലിയാണ്. DTC മുതലുള്ള ലീഡർമാർക്കുള്ളതാണത്. അതുപോലെ തന്നെ ഡയമണ്ട് റോയൽറ്റി അത് മന്ത്ലിയാണ്. ഒക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. TDF, ടീം ഡെവലപ്മെന്റ് ഫണ്ട്, അത് ഇയർലി, വർഷത്തിലാണ്. പിന്നെ 9ാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള, ഈ മൊത്തം പറഞ്ഞ കണക്കിൽ ഏറ്റവും ടോപ്പായിട്ട് വരെ നമ്മളെല്ലാവരും പരിഗണിക്കുന്ന ഒരു സംഗതിയാണ് നോമിനേഷൻ ഫീച്ചർ. അതായത് നമ്മളൊക്കെ ആരോഗ്യപരമായിട്ട് ഇപ്പൊ കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കുന്നു, നമ്മളൊക്കെ അധ്വാനിക്കാൻ പോകുന്നു, വീട് സുഖമാണ്, സന്തോഷത്തിലാണ് പോകുന്നത്. അങ്ങനത്തെ സുഖം ആകട്ടെ, സന്തോഷമാകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടെ. എന്നാൽ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് വീട്ടിലത്തെ അവസ്ഥ ആലോചിച്ചോക്കാണ്. അപ്പൊ ആ കുടുംബനാഥൻ ഇല്ലാതായി കഴിഞ്ഞാൽ വീട്ടിലത്തെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട്. സാമ്പത്തികമായി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ടെൻഷൻ അവിടെ വരാൻ പോവുകയാണ്. അപ്പൊ അതില്ലാതിരിക്കാൻ പറ്റുന്ന മേഖല കൂടിയാണിത്. അതായത് നമ്മൾ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് വരുന്ന വരുമാനം നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ആരെയാണ് നമ്മൾ നോമിനാക്കിയില്ല അവരുടെ അക്കൗണ്ടിലേക്കും, അവര് പിന്നെ ആരെയാണ് നോമിനാക്കിയത് അവരുടെ കാലശേഷം ആ നോമിനിയിലേക്ക് നീങ്ങുന്ന 3 തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ബിസിനസ് കൂടിയാണ് ഇവിടെ എന്ന് മനസ്സിലാക്കുക. തെങ്ങ് വെച്ച മാതിരിയാണ്. തെങ്ങ് നമ്മൾ കുഴിച്ചിട്ട് ഒരു പക്ഷേ കഴിയുമ്പോൾ കിട്ടിക്കോളുന്നില്ല. 30 കൊല്ലം 70 കൊല്ലമൊക്കെ 100 കൊല്ലമൊക്കെ നിൽക്കുന്ന തെങ്ങൊക്കെ ഉണ്ട്. അപ്പൊ എന്നതുപോലെയാണ് വരുമാനം ആരാണ് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറയാം, ഇവിടെ നമ്മൾ കണ്ണടയുന്ന സമയത്ത് ഉമർസ്ഥാവ് പറയും പോലെ എനിക്ക് സന്തോഷത്തോടെ മരിക്കാമെന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ കുടുംബത്തിന് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന സംഗതികളുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ്. അത് 3 ലക്ഷം കിട്ടുകയും ചെയ്യും. TC മുതലുള്ള ലീഡർമാർക്കാണ് കൊടുക്കുക. 2.5 ലക്ഷം ബിസിനസ് മാച്ചായ ഒരാൾക്ക് TC, ടീം കോർഡിനേറ്റർ എന്ന് പറയാം. അത്തരം ആളുകൾക്കുള്ളതാണ് ആ ഒരു ഇൻഷുറൻസ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് വിശദീകരിച്ചു തന്നു. നല്ല വിജയിച്ച ആളുകൾ, സക്സസ് ആയ ആളുകളെ ഉള്ള ടീമാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഈസി ഓഫ് ഡൂയിങ്, ചെയ്യാൻ എളുപ്പമുള്ള ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അത് കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല, എപ്പോഴാണ് നിർത്തിപ്പോകാനൊക്കെ പറ്റുമോ. കാരണം ഇതിൽ മുതൽ മുടക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നിർത്താൻ എളുപ്പമാണ്. ഒരു മണിച്ചീനിൽ പോയി 50,000 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാഷ് നമ്മളാ അവരുടെ അമ്മിന്റെ ചുവടിലായത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. ക്യാഷ് ഒഴിവാക്കി പോരാനും കഴിയില്ല. ക്യാഷ് പിന്നെ കിട്ടുമല്ലോ എന്ന് മറ്റൊരു പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ആ ക്യാഷ് ഒഴിവാക്കി നമുക്ക് കിട്ടുമെങ്കിൽ പോരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കും. ഇവിടെ അതല്ല, 5,000-ന് 10,000 സാധനം എടുത്തു കഴിഞ്ഞാൽ ആ സാധനം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാകാലോ. സിമ്പിൾ എളുപ്പമാണ്. ഇവിടെ ചെയ്യാനും എളുപ്പമാണ്, ഇത് ഒഴിവാകാനും എളുപ്പമാണ്. അതുപോലെ തന്നെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മാനേജ്മെന്റ് ഉണ്ട്, അട്രാക്റ്റീവ് ബിസിനസ് പ്ലാനും ഉണ്ട്. നമ്മുടെ പ്ലാനിന്റെ പ്രത്യേകത 2015 മുതൽ പ്ലാനാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. ഓരോ മാസം പ്ലാൻ മാറ്റുന്ന കമ്പനികളൊക്കെ ഉണ്ടാവും. നമുക്ക് ആ ഒരു കാര്യത്തിൽ വളരെ ധൈര്യമാണ്. പിക്കി മെമ്പർഷിപ്പുള്ള കമ്പനിയാണ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ടേഴ്സിന് അസോസിയേറ്റഡ് മെമ്പർഷിപ്പുള്ള കമ്പനിയാണ്. കൂടാതെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന സ്കിൽ ഇന്ത്യ പദ്ധതിയിൽ മെമ്പർഷിപ്പുള്ള കമ്പനി കൂടിയാണെന്ന് മനസ്സിലാക്കാം. ഇത്രയൊക്കെ എന്നെ സംബന്ധിച്ച് പറയാനുള്ളൂ. അപ്പൊ മൊത്തത്തിൽ ഏകദേശം ഒരു 40 മിനിറ്റിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത്, ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. 2-3 വട്ടം കേട്ടാലേ പല ആളുകൾക്കും മനസ്സിലാവുള്ളൂ, തുടക്കക്കാർക്ക് പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ
ഒരു വെബ്സൈറ്റ് ഉണ്ട്, അടിയിൽ കണ്ടോ, www.mlifestylemarketing.com. ഇത് പുതിയ ആളുകളുടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി. അപ്പൊ അതെന്ത് ചെയ്യാം, നമുക്ക് ആ സൈറ്റിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് സൈറ്റിൽ എടുക്കാൻ കഴിയും. ഇംഗ്ലീഷ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളത്തിൽ അത് പിന്നെ മലയാളത്തിലേക്ക് മാറ്റം ചെയ്ത് നമുക്ക് വായിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ വായിക്കാനൊക്കെ പറ്റുന്ന സിസ്റ്റങ്ങളൊക്കെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ. ആർക്കും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. യാതൊരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ മാന്യമായി ചെയ്യുന്ന നല്ലൊരു ബിസിനസ്സാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഒരു സന്ദേശത്തോടു കൂടെ ഞാൻ നിർത്തുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു നല്ലൊരു ബിസിനസിന്റെ നല്ലൊരു മരത്തിന്റെ ഒരു പണം കായ്ക്കുന്ന ഒരു മരത്തിന്റെ വിത്താണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പരിപോഷിപ്പിച്ച് വെള്ളം കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് പരിപോഷിച്ച് അത് ഉയർത്തിക്കൊണ്ടുവന്നത് വരുമാനം നേടിയെടുക്കാം, അല്ലെങ്കിൽ അത് തട്ടിക്കളയാം. പക്ഷെ എന്താ എനിക്ക് പറയാനുള്ളത്, ഇതിലേറെ നമുക്ക് ഗുണകരമായ അല്ലെങ്കിൽ മെച്ചമുള്ള സാമ്പത്തികമായി മുന്നേറ്റം തരുന്ന അനേകം ആളുകൾക്ക് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന പിന്നെ ഒരു മേഖല ഇതല്ലാതെ മറ്റൊന്നില്ല എന്ന് മാത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണെങ്കിലും എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്.